ഇനി നമ്മൾ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ദി ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്സ്. അതിനകത്ത് കണ്ടക്ഷൻ ആണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു തേർമൽ കണ്ടക്ടറുണ്ട്. ആ തേർമൽ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ക്യാപിറ്റൽ എ വിചാരിച്ചോളൂ, ലെങ്ത്ത് എൽ വിചാരിച്ചോളൂ. ഓക്കെ, അതിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ T2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ക്രോസ് സെക്ഷനിലൂടെ T ടൈമിൽ പാസ് ചെയ്യുന്ന ഹീറ്റ് Q വിചാരിച്ചോ. അപ്പോൾ ആവറേജ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Q ഡിവൈഡഡ് ബൈ T. ദിസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ, പിന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ്. T1 വലുതാണെന്ന് T2 ചെറുതാണെന്ന് വിചാരിച്ചോ, T1 മൈനസ് T2, ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ലെങ്ത്ത്. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി വെക്കണം. ദാറ്റ് ഈസ് ദി തേർമൽ കണ്ടക്ടിവിറ്റി K. പിന്നെ A ഉണ്ട്, പിന്നെന്താ T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ L വരും, T1 മൈനസ് T2 ബൈ L. ഓക്കെ, ഈ Q ബൈ T പറഞ്ഞു കഴിഞ്ഞാൽ തേർമൽ കറണ്ടാണ്. T1 മൈനസ് T2 പറഞ്ഞാൽ തേർമൽ വോൾട്ടേജിനാണ്, അതായത് തേർമൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടെമ്പറേച്ചർ ഡിഫറൻസിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ T1 മൈനസ് T2 സ്റ്റാൻഡ്സ് ഫോർ വോൾട്ടേജ്, ഈ Q ബൈ T സ്റ്റാൻഡ്സ് ഫോർ കറണ്ട്. ഇവിടെ തേർമൽ കറണ്ട് എന്ന് പറയാം. ഓക്കെ, ഇതെന്താ? വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസാണ് വരേണ്ടത്. ഇവിടെ എന്താ വരുന്നതെന്നറിയോ? L ഡിവൈഡഡ് ബൈ A, പിന്നെന്താ വരുന്നത്? 1 ഡിവൈഡഡ് ബൈ K ആണ്. ഓക്കെ, ഈ K പറഞ്ഞു കഴിഞ്ഞാൽ തേർമൽ കണ്ടക്ടിവിറ്റിയാണ്, കണ്ടക്ടിവിറ്റിയുടെ റെസിപ്രോക്കൽ റെസിസ്റ്റിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? റെസിസ്റ്റിവിറ്റി ഇൻറ്റു L ബൈ A. നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ റെസിസ്റ്റൻസ് R ഈക്വൽ ടു റോ L ഡിവൈഡ് ബൈ A എന്നാണ്. വേർ റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി. ഇവിടെ അതിന് പകരം റെസിപ്രോക്കൽ ഓഫ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിൽ വരുന്ന അതേപോലെയാണ് ഈ ഹീറ്റ് ട്രാൻസ്ഫറിലും വരുന്നത്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ സീരീസ് പാരലൽ കോമ്പിനേഷനൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്തോ അതേപോലെ നിങ്ങൾക്ക് ഇവിടെയും ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഇതേ സാധനം നമ്മൾ ഇപ്പോൾ ഡിഫറൻഷ്യൽ ഫോമിൽ പറയുകയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഡിഫറൻഷ്യൽ ഫോമിൽ പറയുകയാണെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ T പ്ലസ് DT വിചാരിച്ചോളൂ. ഓക്കെ, ഇവിടുത്തെ ടെമ്പറേച്ചർ T ആണ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് dx എന്ന് വിചാരിച്ചോളൂ, dx. അപ്പോൾ ആസ് വി മൂവ് ത്രൂ എ ഡിസ്റ്റൻസ് dx, ടെമ്പറേച്ചർ ചേഞ്ചസ് ബൈ dt. ഓക്കെ, അപ്പോൾ ആ dt ഡിവൈഡഡ് ബൈ dx ഇതിനെ നമ്മൾ പറയുക ടെമ്പറേച്ചർ ഗ്രേഡിയൻസ് എന്നാണ്. ടെമ്പറേച്ചർ ഗ്രേഡിയൻസ്. അപ്പോൾ ഇവിടെ ഈ ക്രോസ് സെക്ഷനിലൂടെ ഉള്ള റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഇൻ ഡിഫറൻഷ്യൽ ഫോം dQ ഡിവൈഡ് ബൈ dt. ദിസ് ഈസ് ഈക്വൽ ടു K ഉണ്ട്, പിന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ A ഉണ്ട്, ടെമ്പറേച്ചർ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ dt ആണ്, പിന്നെ ഇവിടുന്ന് ഉള്ള ലെങ്ത് എത്രയാ? അത് dx ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്സ്. ഇനി ഇതിനകത്ത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്ക് ഒരു വാളുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഒരു റൂമിന് ഒരു വാളുണ്ട്. ഓക്കെ, അതിന് ഒരേ തിക്നെസ്സുള്ള 3 ലെയറുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഒരേ തിക്നെസ്സുള്ള 3 ലെയറുണ്ട്, എല്ലാം ഒരേ തിക്നെസ്സാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ ഉള്ളിൽ 75 ഡിഗ്രി സെൽഷ്യസ് വിചാരിച്ചോളൂ, ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസ് വിചാരിച്ചോളൂ. ഓക്കെ, ഇതിൻ്റെ തേർമൽ കണ്ടക്ടിവിറ്റി K ആണ്, ഇതിൻ്റെ തേർമൽ കണ്ടക്ടിവിറ്റി 2K ആണ്, ഇതിൻ്റെ തേർമൽ കണ്ടക്ടിവിറ്റി 3K ആണ് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻ്റർഫേസ് ആണ്, ഇതൊരു ഇൻ്റർഫേസ് ആണ്. ആ ഇൻ്റർഫേസിലെ ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിക്കണം വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതൊരു സാധാരണ ഇത് ഏതുപോലെയാണെന്നറിയോ? ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അടുത്ത റെസിസ്റ്റൻസ് ഉണ്ട്, അടുത്ത റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് R1, ദിസ് ഈസ് R2, ദിസ് ഈസ് R3. ഓക്കെ, ഇത് നമ്മൾ ഒരു സെല്ലിനെ ക്രോസ് കണക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ വോൾട്ടേജ് V ആണ്. ദിസ് വോൾട്ടേജ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് across these resistors in proportion to their resistance values. അതായത് ഇവിടുത്തെ വോൾട്ടേജ് V1 will be proportional to R1, വോൾട്ടേജ് V2 will be proportional to R2, V3 will be proportional to R3.
ഓക്കെ, അതായത് V1 ഈസ് ടു V2 ഈസ് ടു V3 വിൽ ബി R1 ഈസ് ടു R2 ഈസ് ടു R3 ആൻഡ് V1 പ്ലസ് V2 പ്ലസ് V3 വിൽ ബി ഈക്വൽ ടു V. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ ചെയ്യുക. ഇവിടെയും നിങ്ങൾക്ക് അതേപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ റെസിസ്റ്റൻസ് റേഷ്യൂസ്. അതിൽ ഇവിടെ തേർമൽ റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 1/K ഇൻറ്റു L ഡിവൈഡഡ് ബൈ എ ആണ്, L/A. അതായത് ഇപ്പോൾ ഈ വാൾ ഇങ്ങനെ ഇരിക്കുന്നേ വിചാരിച്ചോളൂ. ഈ വാള് ഇതേ ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ ഇതാണ് ഏരിയ, ഈ ഏരിയ ഇതാണ് ഏരിയ. ഓക്കെ, ഇവിടെ ഇങ്ങോട്ടുള്ളതാണ് ഡിസ്റ്റൻസ് L എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോൾ നമുക്ക് എന്ത് പറയാം, എല്ലാ ലെയറിൻ്റെയും ഏരിയയും തിക്നെസ്, അതായത് ഈ എല്ലും സെയിം ആണ്. അതായത് ഈ L/A എന്ന് പറയുന്നത് എല്ലാത്തിനും സെയിം ആണ് എന്നർത്ഥം. പിന്നെ എന്താ, അപ്പോൾ ഈ R1 ഈസ് ടു R2 വിൽ ബി R1 ഈസ് ടു R2 ഈസ് ടു R3. ഓക്കെ, ദിസ് ഈസ് ഇക്വലൻ ടു 1/K ഈസ് ടു 1/2K ഈസ് ടു 1/3K ഇങ്ങനെ വരും. ഓക്കെ, അതിൽ K കട്ടായി പോയി കഴിഞ്ഞാൽ 1 ഈസ് ടു 1/2 ഈസ് ടു 1/3 വരും. അപ്പോൾ ത്രൂ ഔട്ട് നിങ്ങൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 ഈസ് ടു 3 ഈസ് ടു 2 എന്ന് വരും. അപ്പോൾ നോക്കൂ, ഇവിടെ 75 ആണ്, ഇവിടെ 75 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ ടോട്ടൽ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 75 മൈനസ് 20 പറഞ്ഞു കഴിഞ്ഞാൽ 55 ഡിഗ്രി സെൽഷ്യസാണ്. That will be distributed across these layers in the ratio 6:3:2. അപ്പോൾ 6+3 പറഞ്ഞാൽ 9+2 പറഞ്ഞാൽ 11 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യണം. ആകെ ഉള്ളത് 75 മൈനസ് 20 പറഞ്ഞാൽ 55. When it is divided into 11 equal parts, each part will be 5 degree Celsius. അതിൽ ഈ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, ആ ഫസ്റ്റ് ലെയറിന് കണ്ടക്ടിവിറ്റി കുറവാണ്, അതായത് റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെയാവും കൂടുതൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുക. ഓക്കെ, അത് 6 പാർട്സാണ്. അപ്പോൾ 6 × 5 പറഞ്ഞു കഴിഞ്ഞാൽ 30. ഓക്കെ, അപ്പോൾ ആ 75 30 പോയി കഴിഞ്ഞാൽ ഇവിടെ 45 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ലെയറിൽ 3 ആണ്. 3 × 5 പറഞ്ഞു കഴിഞ്ഞാൽ 15. 45 50 പോയി കഴിഞ്ഞാൽ ഇവിടെ 30 ഉണ്ടാവും. പിന്നെ അടുത്ത 2 പാർട്സ് എന്ന് പറഞ്ഞാൽ 2 × 5 എത്രയാണ് 10. 30 മൈനസ് 20 പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ദാറ്റ് ഈസ് 10. ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പറയാം. അതായത് ഒരു സിലിണ്ടർ ഉണ്ട്, റേഡിയസ് ക്യാപിറ്റൽ R ആണ്, തേർമൽ കണ്ടക്ടിവിറ്റി K1 ആണ്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ സിലിണ്ട്രിക്കൽ ഷെൽ ഓഫ് ഇന്നർ റേഡിയസ് R ആൻഡ് ഔട്ടർ റേഡിയസ് 2R. അതായത് ഇപ്പം നമുക്ക് ആദ്യം R റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ ഉണ്ട്. ഓക്കെ, നൗ ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ സിലിണ്ട്രിക്കൽ ഷെൽ ഓഫ് ഇന്നർ റേഡിയസ് R ആൻഡ് ഔട്ടർ റേഡിയസ് 2R. അതേ ഇങ്ങനെയുണ്ട്, അതേ ലെങ്ത്തിൽ. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്സൈഡ് ഇങ്ങനെ ഒരു ഷെല്ല് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഈ പുറത്തുള്ളതിൻ്റെ തേർമൽ കണ്ടക്ടിവിറ്റി K2 ആണ്, അകത്തുള്ളതിൻ്റെ തേർമൽ കണ്ടക്ടിവിറ്റി K1 ആണ്. ഓക്കെ, ഈ അകത്തുള്ളതിൻ്റെ റേഡിയസ് R ആണ്. ഓക്കെ, ഇനി പുറത്തുള്ളതിൻ്റെ റേഡിയസ് ദിസ് ഈസ് 2R. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് തേർമൽ കണ്ടക്ടിവിറ്റി എന്നാണ്. അതിൽ ഇവിടെ ഷെല്ല് ഒരു റെസിസ്റ്റൻസും ഈ ഇന്നർ കോർ വേറൊരു റെസിസ്റ്റൻസുമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ അത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് പാരലായിട്ടാണ്. ഈ പാരലാകുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ എന്താ 1/R = 1/R1 + 1/R2 അത് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താണെന്നറിയോ, റെസിസ്റ്റൻസ് R = 1/K × L/A ആണ്. അപ്പോൾ 1/R എന്ന് പറഞ്ഞാൽ KA/L വരും. ഓക്കെ, അപ്പോൾ ഇഫക്റ്റീവ് തേർമൽ കണ്ടക്ടിവിറ്റി K വിചാരിച്ചു. ഓക്കെ, ഏരിയ എത്രയാണ്, ഏരിയ പറഞ്ഞാൽ പൈ × റേഡിയസ് എത്രയാണ് 2R. ഇഫക്റ്റീവാണ്, അതായത് വെൻ ദിസ് കണ്ടക്ടർ ദിസ് കോമ്പിനേഷൻ ഈസ് ടേക്കൺ ആസ് എ സിംഗിൾ യൂണിറ്റ്സ്. അപ്പോൾ ടോട്ടൽ ഏരിയ ഇതാണ്. ഓക്കെ, KA / L. ഓക്കെ, അതായത് 1/R = 1/R1 ആണ് ഇനി അടുത്തത്. അപ്പോൾ K1 അടുത്തതിൻ്റെ ഏരിയ എത്രയാണ് πr² / L പ്ലസ് അടുത്തത് K2. ഓക്കെ, ടോട്ടൽ ഏരിയ 4πr². അതിൽ ഇന്നർ കോറിൻ്റെ πr². അപ്പോൾ ആ ഔട്ടർ ഷെല്ലിൻ്റെ എത്ര വരും, 3πr² വരും. അപ്പോൾ K2 3πr² ഏരിയ / L വരും.
ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇഫക്റ്റീവ് കോമൺ ആയിട്ടുള്ളതൊക്കെ കളഞ്ഞോളൂ. എല്ലുണ്ട് കളയാം. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ പൈ ഉണ്ട്, ആർ സ്ക്വയർ ഉണ്ട്, പൈ ഉണ്ട്, ആർ സ്ക്വയർ ഉണ്ട്, പൈ ഉണ്ട്, ആർ സ്ക്വയർ ഉണ്ട്, കളയാം. ബാക്കി എന്താ വരിക, ഇവിടെ 4k വരും. ദിസ് ഈസ് ഈക്വൽ ടു K1 പ്ലസ് 3K2 വരും. അപ്പോൾ ഇഫക്റ്റീവ് കണ്ടക്ടിവിറ്റി K ഈക്വൽ ടു K1 പ്ലസ് 3K2 ഡിവൈഡഡ് ബൈ 4 വരും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഫോർമേഷൻ ഓഫ് ഐസ് ആണ്. ഫോർമേഷൻ ഓഫ് ഐസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലേക്കുണ്ട്. ഓക്കെ, ആ ലേക്കിൽ ഇവിടെ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഇപ്പോൾ -T°C വിചാരിച്ചു, -T°C. ടൈം ഈസ് പ്രപ്പോർഷണൽ ടു x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ. ഓക്കെ, ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് സാധാരണ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്നറിയോ? ഫസ്റ്റ് 1 millimeter thickness of ice is formed in 5 minutes. Okay, what would be the time required to increase the thickness from 1 millimeter to 2 millimeter? Okay, അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, T dash proportional to അത് 1 millimeter നിന്ന് 2 millimeter ആവാനുള്ള സമയം. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ പറയാം. ഓക്കെ, T പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് 1 millimeter ഫോം ചെയ്യാനുള്ളതാണ്. അതായത് 1 millimeter സ്ക്വയർ മൈനസ് ഇനീഷ്യലി 0 ആണ്, 0 സ്ക്വയർ. ഓക്കെ, അതിൽ ഈ T പറഞ്ഞു കഴിഞ്ഞാൽ 5 minutes എന്നാണ് ഞാൻ പറഞ്ഞത്. T ഡാഷ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരും, ഇവിടെയും അതേ കോൺസ്റ്റൻറ്റ് വരും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് കട്ടായി പോകും. അപ്പോൾ T ഡാഷ് ഡിവൈഡഡ് ബൈ T ഈക്വൽ ടു മേലെ 4 മൈനസ് 1 പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും, താഴെ 3 1 മൈനസ് 0 പറഞ്ഞാൽ 1 വരും. ഓക്കെ, അതായത് ഫസ്റ്റ് 1 millimeter ഫോം ചെയ്യാൻ 5 minutes എടുത്തു. പിന്നെ ആ 1 millimeter 2 millimeter ആവാൻ നോക്കൂ, 3 into T ആണ്, 3 into 5, അതായത് 15 minutes എടുക്കും. അങ്ങനെയാണ് നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്തത് റേഡിയേഷനാണ്. ഹീറ്റ് റേഡിയേറ്റഡ് ബൈ എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം is directly proportional to the 4th power of its absolute temperature. This is called a Stephen's law of radiation. ഇപ്പോൾ ബോഡി ഉണ്ട്, ഇതിൻ്റെ ഏരിയ ക്യാപിറ്റൽ A വിചാരിച്ചോളൂ. ഓക്കെ, ഇതിൻ്റെ ടെമ്പറേച്ചർ T വിചാരിച്ചോളൂ. അപ്പോൾ ഇത് റേഡിയേറ്റ് ചെയ്യുന്നത്, ഹീറ്റ് റേഡിയേറ്റ് ചെയ്യുന്നത് dQ ഡിവൈഡഡ് ബൈ dt. Rate of radiation. This is proportional to area and 4th power of its absolute temperature. Okay, അപ്പോൾ dQ divided by dt. This is equal to proportionality മാറ്റി equal to ആക്കുമ്പോൾ we have to put a constant of proportionality, sigma. Okay, capital A T raised to 4 വരും. ഓക്കെ, അതിൽ ആ സിഗ്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റീഫൻസ് കോൺസ്റ്റൻ്റ് 5.67 into 10 raised to minus 8. Okay, watt meter raised to minus 2, Kelvin raised to minus 4. Okay, the rate of cooling is directly proportional to the temperature difference between the system and its surroundings, provided this difference is very small. അപ്പോൾ നമുക്ക് നോക്കാം, ബോഡിയുടെ ടെമ്പറേച്ചർ T ആണ്, സറൗണ്ടിങ് ടെമ്പറേച്ചർ T0 ആണ്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് കൂളിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ minus dt divided by dt. This negative sign is to show that temperature falls or decreases with time. അപ്പോൾ this is proportional to T minus T0. ഈ ഡിഫറൻസ് ചെറുതാവണമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം കൂൾസ് ഫ്രം 57.5 degree Celsius to 52.5 degree Celsius in 5 minutes. Okay, and then from 52.5 degrees Celsius to 47.5 degrees Celsius in 7.5 minutes. Okay, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി സറൗണ്ടിങ് ടെമ്പറേച്ചർ? ഓക്കെ, അപ്പോൾ അതിൽ
റേറ്റ് ഓഫ് കൂളിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ 57 to 52.5, അതെത്രയാണ് 5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ താഴ്ന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, fall in temperature 5, അതിനെടുത്ത സമയം എത്രയാണ് 5. ദിസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഓക്കെ, ഇനി ഇതിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ കാണണം. അതിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ 55 വരും. ഓക്കെ, 55 മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ T0 വിചാരിച്ചോളൂ. ഓക്കെ, ഈ ആവറേജ് ടെമ്പറേച്ചർ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ബൈ 2 ആണ്. അതായത് 57.5 പ്ലസ് 52.5 ഡിവൈഡഡ് ബൈ 2 ആണ്, ഡിവൈഡ് ബൈ 2. അപ്പോൾ അതിൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നറിയോ? 5 ആണ്. അതിൻ്റെ പകുതി എടുത്തിട്ട് ഈ ചെറിയ ടെമ്പറേച്ചറുമായിട്ട് ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് 55 എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് 52.5 to 47.5. ഇവിടെയും ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് 5 ആണ്. അതിൻ്റെ പകുതി എടുത്ത് ഇതുമായിട്ട് ആഡ് ചെയ്യുക, അപ്പോൾ 50 വരും. ഓക്കെ, ഇവിടെ 5 ഡിഗ്രി തണുത്തു, അതിനെടുത്ത സമയം 7.5 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു 50 മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ T0. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കെ കട്ടായി പോകും. ബാക്കി നമുക്ക് വരുന്നത് 7.5 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 55 മൈനസ് T0 ഡിവൈഡഡ് ബൈ 50 മൈനസ് T0 വരും. ഓക്കെ, 7.5/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3/2 വരും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ 3/2 ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 50 എന്ന് പറഞ്ഞാൽ 150, പിന്നെ മൈനസ് 3 T0 ഈക്വൽ ടു 2 × 55 എത്ര 110 മൈനസ് 2 T0. ഓക്കെ, അപ്പോൾ ഈ മൈനസ് 3 T0 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എത്ര വരും? ദിസ് ഈസ് ഈക്വൽ ടു T0 വരും, റൈറ്റ്. പിന്നെ 150 മൈനസ് 110 പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വരും? ദിസ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി സെൽഷ്യസ് വരും. അങ്ങനെ ദാറ്റ് ഈസ് ദ സറൗണ്ടിങ് ടെമ്പറേച്ചർ. ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൈൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. സോ ഈ വൈൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, ഒരു ബ്ലാക്ക് ബോഡി will radiate energy in all possible wavelengths, but there will be a wavelength corresponding to maximum energy radiation. ഏതൊക്കെ വേവ് ലെങ്ത് പോസിബിൾ ആണോ അതിൽ എല്ലാ വേവ് ലെങ്ത്തിലും കുറച്ചെങ്കിലും എനർജി റേഡിയേഷൻ നടക്കുന്നുണ്ടാവും. പക്ഷെ മാക്സിമം എനർജി റേഡിയേഷൻ നടക്കുന്ന ഒരു വേവ് ലെങ്ത് ഉണ്ടാവും. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലാംഡ വിത്ത് സഫിക്സിയം. wavelength corresponding to maximum energy radiation. This is proportional to 1 divided by capital T, or inversely proportional to absolute temperature of the body. Okay, അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ we will put a constant of proportionality. It's called Wien's constant. Okay, അപ്പോൾ this B equal to 2.898 into 10⁻³ മീറ്റർ കെൽവിൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇത് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ലാംഡ എലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് എനർജി എലോങ് ദ വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതിൻ്റെ മാക്സിമം എനർജി റേഡിയേഷൻ നടക്കുന്ന വേവ് ലെങ്ത് ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി, അതേ ബോഡിയുടെ തന്നെ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ അതിൻ്റെ ഇത് ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ അതിൽ മാക്സിമം റേഡിയേഷൻ നടക്കുന്ന വേവ് ലെങ്ത് ഇതാ. അതേ ബോഡിയുടെ ടെമ്പറേച്ചർ ഞാൻ വീണ്ടും കൂട്ടി, അപ്പോൾ അതേ ഇങ്ങനെ വന്നു. അപ്പോൾ ആ മാക്സിമം എനർജി റേഡിയേഷൻ നടക്കുന്ന വേവ് ലെങ്ത് ഇതാ. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ T1 ആണ്, ഇവിടെ ടെമ്പറേച്ചർ T2 ആണ്, ഇവിടെ ടെമ്പറേച്ചർ T3 ആണ്. ഓക്കെ, അപ്പോൾ ഈ T1 ലെസ് ദാൻ T2 ലെസ് ദാൻ T3 ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ മാക്സിമം റേഡിയേഷൻ നടക്കുന്ന വേവ് ലെങ്ത്ത്, ഓക്കെ, ലാംഡ1. പിന്നെ ടെമ്പറേച്ചർ കൂടിയപ്പോഴെന്താ ആ ലാംഡ കറസ്പോണ്ടിങ് ടു മാക്സിമം റേഡിയേഷൻ കുറഞ്ഞു. ഓക്കെ, പിന്നെ ടെമ്പറേച്ചർ വീണ്ടും കൂടിയപ്പോൾ അത് വീണ്ടും കുറഞ്ഞു. ഓക്കെ, ദിസ് ഈസ് ദി വൈൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ഈ സ്റ്റീഫൻസ് ലോ വെച്ചിട്ട് സാധാരണ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റേഷ്യോ കാണാനോ അതല്ലെങ്കിൽ ടെമ്പറേച്ചർ തന്നിട്ട് വാട്ട് വുഡ് ബി ദ റേറ്റ് ഓഫ് റേഡിയേഷൻ അങ്ങനെ എന്തെങ്കിലും. അതിൽ the temperature of a body is increased from 27 degrees Celsius to 127 degrees Celsius. By what factor its rate of radiation changes?
ഓക്കെ, അതായത് നമുക്കിവിടെ റേറ്റ് ഓഫ് റേഡിയേഷൻ ഇപ്പോൾ 6 എന്ന് വിചാരിച്ചോളൂ. ദിസ് ഈസ് പ്രപ്പോർഷണൽ ടു T⁴ എന്നാ. ആ T എന്നുള്ളത് എന്താവണം? കെൽവിനിലാവണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? R⁻/R ദിസ് ഈസ് ഈക്വൽ ടു T⁻T⁴ പറയാം. ഓക്കെ, അതിൽ ഇനീഷ്യൽ 27 ഡിഗ്രി സെൽഷ്യസാണ്. അതായത് T = 27 ഡിഗ്രി സെൽഷ്യസ്, പിന്നെ T' = 127 ഡിഗ്രി സെൽഷ്യസാണ്. ഈ 27 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് 300 കെൽവിനാണ്. ഓക്കെ, മറ്റേ എത്ര 100 കൂടുതലാണ് പറഞ്ഞു കഴിഞ്ഞാൽ 400 കെൽവിനാണ്. അപ്പോൾ raised-to-4 വരും. ഓക്കെ, അപ്പോൾ 4⁴ പറഞ്ഞാൽ 4² × 4². 4² പറഞ്ഞാൽ 16 × 16 പറഞ്ഞാൽ 256 വരും. ഓക്കെ, ദിസ് ഈസ് 256 ഡിവൈഡ് ബൈ ഇത് എത്ര വരും? 81 വരും. സോ എന്താ R'/R = 256/81. സോ ഇറ്റ് ഇൻക്രീസസ് ബൈ ദിസ് മച്ച് ഫാക്ടർ. ഓക്കെ, പിന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റിലോ ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 stars A and B radiate maximum energy at 360 nanometer and 480 nanometer. Okay, this is the wavelength at which the maximum energy radiation takes place for stars A and B. What is the ratio of their surface temperatures? Okay, അപ്പോൾ ഇത് λ1 ആണ്, ഇത് λ2 ആണ്. ഓക്കെ, നമുക്ക് ലാംഡ മാക്സ് വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം എനർജി റേഡിയേഷൻ പ്രപ്പോർഷണൽ ടു 1/absolute ടെമ്പറേച്ചർ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? λT = കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. λT = കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് T1/T2 ആണ്, ദ റേഷ്യോ ഓഫ് ദിയർ സർഫസ് ടെമ്പറേച്ചർ. അതെന്താ വരിക? അത് λ2/λ1 വരും. ഓക്കെ, λ2/λ1 പറഞ്ഞു കഴിഞ്ഞാൽ 480/360. ഓക്കെ, 480/360 പറഞ്ഞാൽ അത് 4/3 വരും. ഓക്കെ, ഇനി വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയുടെ ആപ്ലിക്കേഷൻ തന്നെ മറ്റൊരു വിധത്തിൽ നിങ്ങളോട് ചോദിക്കാവുന്നത് ഫോർ എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി മാക്സിമം എനർജി റേഡിയേഷൻ ടേക്സ് പ്ലേസ് അറ്റ് 2400 angstroms. Okay, when the temperature is 500 Kelvin. Okay, what would be the temperature of the body if the maximum radiation takes place at 3000 angstroms? Okay, അപ്പോൾ ടെമ്പറേച്ചർ എത്രയാണ്? അപ്പോൾ നമുക്ക് T'/T = λ/λ' വരും. λ എത്രയാണ്? 2400. λ' എത്രയാണ്? 3000 വരും. ഓക്കെ, അപ്പോൾ ഇത് എത്രയാണ്? 4/5 വരും. 4/5. ഓക്കെ, അപ്പോൾ നമുക്ക് T' = 4/5 ഇൻറ്റു എത്ര വരും? 500 കെൽവിൻ വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 400 കെൽവിൻ വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റിൽ. അതിനകത്ത് എല്ലാം പറഞ്ഞു. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, പിന്നെ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, പിന്നെ സ്റ്റീഫൻസ് ലോ ഓഫ് റേഡിയേഷൻ, പിന്നെ നമ്മളുടെ തേർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, ആ തേർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഈ 4 കാര്യങ്ങളും 4 ഫോർമുലയുമാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അതിൽ ഏതെങ്കിലും 1ഓ 2ഓ ഒക്കെ എന്തായാലും ചോദിക്കും, ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ജൂനിയേഴ്സിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു ഹെസിറ്റേഷനും വേണ്ട, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുകൂടെ സബ്സ്ക്രൈബ് ചെയ്യിക്കുന്ന കാര്യത്തിൽ നിങ്ങളൊന്ന് ഉത്സാഹിക്കണം. താങ്ക് യു.